അമ്മായി ആകെ ത്രില്ലിലാണ്. കാറ് നേരെ പോയി നിന്ന് ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ. സിനിമ കാണാനാണ് പ്ലാൻ. അവൾ മനസ്സിലോർത്തു, അവനെ ഇങ്ങോട്ട് വിളിച്ചാൽ കാണുകയും ചെയ്യാം, കുറച്ച് നേരം ഒരുമിച്ചിരിക്കുകയും ചെയ്യാമല്ലോ. അവൾ വാട്സപ്പ് തുറന്ന് അവന് തിയേറ്ററിൻ്റെ ലൊക്കേഷനും അവരുടെ സീറ്റ് നമ്പറും അയച്ചു കൊടുത്തു. റിലീസായി കുറച്ച് കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആൾക്കാർ പൊതുവെ കുറവായിരുന്നു. തിയേറ്ററിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ ഇടയ്ക്കിടെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മെസ്സേജ് അവൻ കണ്ടെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവനിന് വരില്ലായിരിക്കുമോ, ചിലപ്പോൾ ദൂരം കാണുമായിരിക്കും, അവൾ ആശ്വസിച്ചു. എന്നാലും ഒരു റിപ്ലൈ തരായിരുന്നു. ആ, ഇനി വിളിക്കുമ്പോഴാവട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ. പതിയെ പതിയെ അവളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് മാറി. സിനിമ തുടങ്ങി. ഒരു ആക്ഷൻ കോമഡി സിനിമയായിരുന്നു. ആക്ഷൻ സിനിമകളൊക്കെ നിറഞ്ഞ തിയേറ്ററിലിരുന്ന് കാണാനാണ് രസം, അവൾ ഓർത്തു. ആ ഒരു കൂകി ആർപ്പ് വിളിയുമൊക്കെ എന്ത് രസമാണ്. ഇടയ്ക്ക് വരുന്ന കോമഡി സീനുകളിൽ അമ്മായി ഉറക്കെ ചിരിക്കുന്നത് അവൾക്ക് കേൾക്കാം. പെട്ടെന്നാണ് തണുത്ത എന്തോ ഒന്ന് സീറ്റിന് മുകളിൽ വെച്ചിരുന്ന തൻ്റെ കയ്യിൽ തൊട്ടതായി അവൾക്ക് തോന്നിയത്. അവൾ ഞെട്ടിപ്പോയി. ആരൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം കണ്ടതും അവൻ ചുണ്ടിൽ ചൂണ്ടുവിരൽ വെച്ച് ശബ്ദമുണ്ടാക്കാതെ എന്ന് ആംഗ്യം കാണിച്ചു. എന്തോ പന്തികേട് തോന്നിയ അമ്മായി എന്താണെന്ന് അവളോട് ചോദിച്ചു. തോള് കുലുക്കി ഒന്നുമില്ല എന്നവൾ ആംഗ്യം കാട്ടി. അവർ വീണ്ടും സിനിമയുടെ ലോകത്തേക്ക് മടങ്ങിപ്പോയി. അവൾ കണ്ണുരുട്ടി അവൻ്റെ തുടയിൽ ആഞ്ഞു തിഞ്ഞേരട് കൊടുത്തു. അവന് നന്നായി വേദനിച്ചു. പട്ടി. കാല് തടവിക്കൊണ്ട് അവൻ പയ്യെ പറഞ്ഞു. അവൻ ചുറ്റും കണ്ണുകൊണ്ടൊന്നും പരതി ഇല്ല. വളരെ കുറച്ച് ആൾക്കാരെ അവിടെ ഇരിപ്പുള്ളൂ. അവൻ പതിയെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന അവളുടെ കയ്യിലായിരുന്നു അവൻ പിടിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഭയങ്കര സെക്സി ആയിട്ടുണ്ടല്ലോ, എറണാകുളത്ത് വന്നുകൊണ്ടാണോ? അയ്യടാ, അമ്മൂൻ്റെ ഡ്രസ്സാ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? അവൾ ശബ്ദം കുറച്ച് അവനോട് ചോദിച്ചു. പിന്നെ ഇങ്ങനെ കണ്ടാലേ പിടിച്ചങ്ങ് തിന്നാൻ തോന്നും എനിക്ക്, അവൻ അവളെ തന്നെ നോക്കി പറഞ്ഞു. അവർ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. അമ്മായിയോ മറ്റാരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മഞ്ജു ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇല്ല, അവരെല്ലാവരും സിനിമയ്ക്കുള്ളിലാണ്. അവൻ അവളുടെ കൈ പതിയെ എടുത്ത് മറുകൈ കൊണ്ട് തഴുകാൻ തുടങ്ങി. അവൻ്റെ വലത് കൈയിലേക്ക് അവളുടെ വലത് കൈ പിടിച്ചമർത്തി ചുംബിച്ചു. അവൻ്റെ അരികിലേക്ക് അവൾ ചാഞ്ഞിരുന്നു. ഇടം കൈ കൊണ്ട് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടു. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റി. അമ്മായി കാണിച്ചേക്ക, അവൾ കെഞ്ചി. അവനത് കേൾക്കാതെ വീണ്ടും അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ഇത്തവണ അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് ചെവിയിൽ പതുക്കെ അവൻ തഴുകി. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത്തവണ മുൻപത്തെ പോലെ അത്ര ശക്തിയിലല്ല അവൾ ശ്രമിച്ചത്. അവൻ ചെവിയിലൂടെ കൈ നീക്കി അവളുടെ കവിളിൽ തഴുകി കഴുത്തിലൂടെ താഴേക്ക് നീക്കി. ആ കൈകളുടെ ചലനം ഏറെക്കുറെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ചരിഞ്ഞ് അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ആവേശവും അവൾ കണ്ടു. അവൻ കണ്ണുകൾ കൊണ്ട് കെഞ്ചി, പ്ലീസ്. എ സിയുടെ തണുപ്പിൽ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആക്ഷൻ സീനിൻ്റെ ശബ്ദഘോഷങ്ങൾക്കിടയിലും അവർക്ക് പരസ്പരം ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിരുന്നു അവൾക്കിങ്ങനെ ഒരു ഫീലിങ്. എവിടൊക്കെയോ ചൂടും തടുപ്പും അവൾക്ക് ഫീൽ ചെയ്തു. അവനും നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു. ഇട്ടപ്പോൾ തന്നെ കുറച്ച് ടൈറ്റായി തോന്നിയ ടീഷർട്ട് അവൾക്ക് കുറച്ചുകൂടി മുറുകിയതുപോലെ തോന്നി. അവളുടെ ഇറുകിത്തെറിച്ച മുലകൾ ഉയർന്നു പൊങ്ങുന്നത് അവൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തെറ്റിച്ചു. അവളുടെ കൈകൊണ്ടുള്ള മൃദുലമായ തടസ്സങ്ങൾ വകവയ്ക്കാതെ അവൻ അവളുടെ മുലകളിൽ വിരലമർത്തി. കറണ്ട് അടിച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു മഞ്ജുവിന്. അവളുടെ കണ്ണുകൾ കൂമ്പയടഞ്ഞു. ഒരു നെടുവീർപ്പോടെ വായ മെല്ലെ തുറന്നു പോയവൾ. അവൻ്റെ കൈകൾക്ക് വിശ്രമമില്ലായിരുന്നു. ആദ്യമായി കിട്ടിയ അവസരം നല്ലതുപോലെ അവ ഉപയോഗിക്കുകയായിരുന്നു. അവളുടെ മൃദുലമായ ഇടത്തെ മുല അവൻ്റെ കൈകളിൽ കിടന്നുടഞ്ഞു. മഞ്ജുമേറ്റിയത് ലോകത്ത് പഞ്ഞിക്കെട്ട് പോലെ പറന്നു നടക്കുകയായിരുന്നു. അവളുടെ ഉമിനീര് പതഞ്ഞു. എവിടേക്കോ അവൾക്ക് നനവ് അനുഭവപ്പെട്ടു. ഭൂഷിച്ചിട്ടില്ലാത്ത ഏതോ ഒരു സുഖത്തിൻ്റെ ആ അനുഭവത്തിൽ വല്ലാത്തൊരു ലോകത്തായിരുന്നു അവൾ. പെട്ടെന്നാണ് ഇൻ്റർവെൽ എന്ന് എഴുതി കാണിക്കുകയും ലൈറ്റുകൾ ഓരോന്നായി തെളിയാൻ തുടങ്ങുകയും ചെയ്തത്. അവൻ പെട്ടെന്ന് പിടിവിട്ട് അവളും ടീഷർട്ട് പെട്ടെന്ന് നേരെയാക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്നു. നിനക്ക് ബാത്റൂമിൽ വല്ലതും പോണതോ പെണ്ണേ, അമ്മായി ചോദിച്ചു. അവൾ വേണ്ടെന്ന് തലയാട്ടി. ഞാൻ താ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് സേതുമാവൻ എണീറ്റ് പുറത്തേക്ക് പോയി. സീറ്റിനടുത്തുകൂടി ചരിഞ്ഞിറങ്ങുമ്പോൾ അയാൾ സംഗീതിനെ അവനറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കണ്ണടച്ച് കാണിച്ചു. അവൾ പട്ടിയെന്ന് അവന് മനസ്സിലാകും വിധം മാത്രം ചുണ്ടനക്കി കാണിച്ചു. ഇൻ്റർവെൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ലൈറ്റ് ഓഫാകുന്നതിന് വേണ്ടി അക്ഷമയോടെ സംഗീത കാത്തിരുന്നു. പുറത്ത് പ്രകടമാക്കിയില്ലെങ്കിലും അവളും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവരെ നിരാശയിലാക്കി സേതുമാമൻ്റെ റീ എൻട്രി. 2 ഐസ്ക്രീമും പോപ്കോണുമായി വന്ന അയാൾ മഞ്ജുവിൻ്റെയോട് തൻ്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. അയാൾ അവളുടെ സീറ്റിലും ഇരുന്നു. അവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി ചിരിച്ചു. പാവം, നല്ല സങ്കടമുണ്ട്. സിനിമ വീണ്ടും തുടങ്ങി. ലൈറ്റുകൾ അണഞ്ഞു. അവളുടെ ശ്രദ്ധ പതിയെ വീണ്ടും സിനിമയിലേക്കായി. ഇടയ്ക്ക് അവൾ അവനെ പാളി നോക്കാൻ ശ്രമിച്ചെങ്കിലും 2 സീറ്റ് അപ്പുറത്തായതിനാലും സേതുമാമ ഇടയ്ക്കിരിക്കുന്നതിനാലും അത്ര സൂക്ഷിച്ചു നോക്കാൻ പറ്റാത്തതിനാലും അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അവനെ അവിടെങ്ങും കണ്ടതുമില്ല. അവൾ മൊബൈലിൽ നോക്കി. മെസ്സേജും ഒന്നുമില്ല. അന്ന് രാത്രി ഭക്ഷണം പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 11 മണിയോളമായി. അവൾ മുറിയിലേക്ക് പോയി. അമ്മുവിൻ്റെ മുറിയാണ്. മുറിയിലെത്തിയ പാടെ അവൾ നേരെ പോയത് കണ്ണാടിക്ക് മുൻപിലേക്കാണ്. അവൾ തന്നെ അടിമുടി ഒന്ന് നോക്കി.
അവൻ പറഞ്ഞത് ശരിയാണോ? സെക്സി ആയിട്ടുണ്ടോ? അവൾ പുഞ്ചിരിച്ചു. അന്നത്തെ സംഭവങ്ങൾ മനസ്സിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ഇരമ്പിയെത്തി. അവൾ പോലും അറിയാതെ അവൾ തൻ്റെ ഇടത്തെ മുലയൊന്ന് തഴുകി നോക്കി. പെട്ടെന്ന് നാണം തോന്നി അവൾ ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. പറഞ്ഞറിയിക്കാനകത്ത് എന്തൊക്കെയോ വികാരങ്ങൾ അപ്പോൾ അവൾ നിറഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. സംഗീതമായിരുന്നു. അടക്കി പിടിച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു, ഞാൻ വീടിന് പുറത്തുണ്ട്, എനിക്ക് നിന്നെ കാണണം. എങ്ങനെയാ ഉള്ളി വരുന്നേ? അവൾ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ നിന്നു. ബലൂണിൽ നിന്നും കാറ്റ് പോകും പോലെ ഒന്നൊഴിയാതെ എല്ലാ വികാരങ്ങളും ആ മുഖത്തു നിന്നും അപ്രത്യക്ഷമായി. പകരം ഇപ്പോൾ ഭയമാണ്. നീ എന്തായി പറയുന്നേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. മാമനും അമ്മായിയൊക്കെ ഉറങ്ങിയിട്ട് പോലില്ല. നീ പോ സംഗീതേ, നമുക്ക് നാളെ കാണാം, പ്രോമിസ്. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് ഇന്ന് കാണണം നിന്നെ, ഇപ്പോൾ. ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ കാണില്ല. അവൻ ഉറപ്പിച്ച മട്ടാണ്. ശരി, ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കാം. അവിടെ നിന്ന് കണ്ടിട്ട് പോക്കോണം, ഓക്കെ? അവൾ ചോദ്യഭാവത്തിലാണ് അത് പറഞ്ഞത്. നീ ആദ്യം വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ദേ ചെറുക്ക, കളിക്കല്ലേ, കണ്ടിട്ട് അപ്പോഴേ പൊക്കോണം. അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് റോഡിലേക്ക് നോക്കി. ഗേറ്റിന് കുറച്ച് മാറി ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടു. അവൻ തന്നെ. വേഗം പൊക്കോ ഇനി. ആ പോവാ. അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ പോകുന്നത് കാണാൻ അവളും അവിടെ തന്നെ നിന്നു. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ മതിൽ ചാടി വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. പിന്നെ അയ്യപ്പനും കോശിയും സിനിമയിലെ ബിജു മേനോനെ പോലെ എവിടേക്കോ ചവിട്ടി അധികം ആയസപ്പെടാതെ ടെറസിന് മുകളിലേക്കെത്തി. അവൾ എന്തെങ്കിലും പറയും മുൻപേ അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. പോകാൻ പറയല്ലേ പെണ്ണെ, അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ലേ, പ്ലീസ് ഡി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കൈവായിൽ നിന്നും മാറ്റി. അവൾ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുറിയിലേക്ക് വലിച്ചിട്ട് കഥ കടച്ചു. അവൻ ബാലൻസ് തെറ്റി മുറിയിലേക്ക് തെറിച്ചു വീണു. ആ കഥകൾ തന്നെ ചാരി നിന്നിരുന്ന അവൾ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ ചേക്കാ? ദേ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിങ്ങനെ കളിക്കരുത് കേട്ടോ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിൻ്റെ ജീവിതം നശിപ്പിക്കാനൊന്നും വന്നതല്ലെന്നേ. അടുത്തൊന്ന് കാണണമെന്ന് തോന്നി. അഹങ്കാരം കൊണ്ടോ ഭയങ്കര ധൈര്യം കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് നിന്നെ കാണാതെ തേക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ. സോറി, ഞാൻ പൊക്കോളാം. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. രണ്ട് കൈ കൊണ്ടും അവൻ്റെ തോളിൽ പിടിച്ചു. വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലടാ, എൻ്റെ വിഷമവും ടെൻഷനും കൊണ്ടാ, സോറി. അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ അവളെ ഇറുകെ പുണർന്നു.